ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 15ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ അവരുടെ നാഷണൽസ് ഒക്കെ തീർന്നു, സമ്മർ വെക്കേഷൻ ഒക്കെ തീരാറായിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് August 26 ആണ്. ചിനാറ്റ്സുന്റെ ബർത്ത്ഡേ ആണെന്ന്. ചിനാറ്റ്സുന്റെ ടീംമേറ്റ്സ് ചിനാറ്റ്സുന്റെ ബർത്ത്ഡേ നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുവാണ്. അങ്ങനെ ചിനാറ്റ്സുന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ചിനാറ്റ്സു വളരെ ഹാപ്പി ആവുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ട് ടൈക്കിയും ക്യോയും അവിടെ തന്നെ നിൽക്കുവാണ്. ഇന്ന് ചിനാറ്റ്സുന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പില് ഞാൻ അവൾക്ക് എന്തൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാവരും കൊടുക്കുന്ന ഗിഫ്റ്റ് തന്നെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്ന് ടൈക്ക് പറയുവാണ്. അത് ശരിയാണ്, ബർത്ത്ഡേക്ക് ഏത് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അതുമല്ലാണ്ട് നാഷണൽസ് കഴിഞ്ഞപ്പോ തൊട്ട് അവള് ചെറുതായിട്ട് ഡൗൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കരുതി അവള് നന്നായിട്ട് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യില്ല എന്ന്. അപ്പൊ ക്യോ അവരെ ചൂണ്ടിക്കാണിക്കാണ്. ഓ, ഇതാണല്ലേ അവര് സെലിബ്രേറ്റ് ചെയ്യാത്തത്. എന്തായാലും എന്ന് പറഞ്ഞിട്ട് ടൈക്ക് നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് അവന്റെ തലക്കിട്ട് ഒരു ബോൾ വരുവാണ്. നോക്കുമ്പോ അത് ഹിനയായിരിക്കും. അപ്പൊ ടൈക്ക് ദേഷ്യപ്പെടുവാണ്. നീ വേണമെന്ന് വെച്ചിട്ടല്ലേ എന്റെ തലയിൽ ബോൾ ഇട്ടത്? ശരിയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള കാരണം ഞാൻ തേടുവാണ്. ഹിന, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വരുമോന്ന് ചോദിക്കുവാണ് ടൈക്കി. എന്താ നിനക്ക് സംസാരിക്കേണ്ടേ? ഇനി നീ എന്തേലും എന്നെ ചെയ്യാൻ പോവാണോ? നീ ഓരോ പൊട്ടത്തരങ്ങളൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ. പിന്നെ ഹിന, നീ അന്ന് പറഞ്ഞതിന്റെ ആൻസർ നിനക്ക് ഇതുവരെയായിട്ടും ഞാൻ തന്നിട്ടില്ലല്ലോ. എനിക്ക് ചിനാറ്റ്സുന്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഫീലിങ്സിൽ തന്നെ സമയം കണ്ടെത്താനാണ് നോക്കുന്നത്. അത് നിനക്ക് ഓക്കെ അല്ലേ? ഓ പിന്നെ എനിക്കത് ഓക്കെയാണ്. അതുമല്ലാണ്ട് എനിക്ക് നേരത്തെ അറിയായിരുന്നല്ലോ നീ ചിനാറ്റ്സുന്റെ മേലിൽ വെച്ചിരിക്കുന്ന ഫീലിങ്സ്. അതുകൊണ്ട് എന്നെ കൊണ്ട് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹിന അവിടുന്ന് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് ക്യോ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഇതെന്തായാലും ശരിയുള്ള കാര്യമാവില്ല. അങ്ങനെ ചിനാറ്റ്സ് അവിടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവാണ്. നല്ല പ്രഷറിലാണ് ചിനാറ്റ്സ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. കോച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവളുടെ ടീംമേറ്റ്സ് ഒക്കെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ചിനാറ്റ്സുന് വളരെ ടഫ് ആയിട്ടുള്ള ഗെയിംസ് ആയിരിക്കും ഇനി. ശരിയാണ്, ചിനാറ്റ്സുന്റെ മുകളിലുള്ള ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ റിട്ടയർഡ് ആയി. ഇനി അവള് കഷ്ടപ്പെട്ടാൽ മാത്രമേ അവൾക്ക് ആ വിന്നിംഗ് ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അടുത്ത സീനില് കോച്ചും ചിനാറ്റ്സും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ചിനാറ്റ്സ് ഉള്ളിലോട്ട് വരുമ്പോ കോച്ച് എന്താ നിന്റെ അടുത്ത് പറഞ്ഞത്? അത് യോഷിട്ടാനി റിട്ടയർഡ് ആയില്ലേ, അതുകൊണ്ട് എന്നോട് നന്നായി ഹാർഡ് വർക്ക് ചെയ്യാനും വൈസ് ക്യാപ്റ്റൻ പദവി എടുക്കാനുമാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ടീമിലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകുവാണ്. ഓ, അപ്പൊ ഞങ്ങളുടെ അടുത്ത ക്യാപ്റ്റൻ ചിനാറ്റ്സു ആണല്ലേ, നിനക്ക് അതിനുള്ള ടാലന്റ് ഉണ്ട് എന്നൊക്കെ പറയുവാണ്. അപ്പൊ അവിടേക്ക് ചിനാറ്റ്സുന്റെ ഫ്രണ്ട് വരുവാണ്. നിനക്ക് ശരിക്കും ഇത് വേണോ? നിന്നെ കൊണ്ട് ഒരു ടീം ലീഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ചിനാറ്റ്സു, ഞാൻ എന്റെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു, അതിന് ഈ റോക്ക് പേപ്പർ സിസർ കളിച്ചപ്പോ കിട്ടിയതല്ലേ. അപ്പൊ ചിനാറ്റ്സു, എനിക്കറിയാം ഇത് വളരെ പ്രഷർ ആയിട്ടുള്ള കാര്യം തന്നെയാണെന്ന്, പക്ഷെ ഞാൻ എന്റെ ടീമിന് വേണ്ടി എന്തും ചെയ്യും. പെട്ടെന്ന് ചിനാറ്റ്സുന്റെ ടീം മെമ്പേഴ്സ് നന്നായി തന്നെ പറഞ്ഞു, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ അവര് പറയുവാണ്. അങ്ങനെ ചിനാറ്റ്സുന് വളരെ സന്തോഷമാവുകയാണ്. ചിനാറ്റ്സു ഒരുപാട് ലേറ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്തോണ്ടേയിരിക്കുവാണ്. പ്രാക്ടീസ് കഴിഞ്ഞ് ചിനാറ്റ്സു ഇറങ്ങുമ്പോഴത്തേനും ചിനാറ്റ്സുന്റെ അമ്മ വിളിക്കുവാണ്. അങ്ങനെ ചിനാറ്റ്സുന്റെ അമ്മ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കാറുവാണ്. എന്റെ കാത് ഇപ്പൊ പൊട്ടിപ്പോയേനെ, ഞാൻ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജപ്പാൻ മൊത്തം കേട്ട് കിടുകണം. അല്ല, എന്തേലും ന്യൂസ് ഉണ്ടോ? ന്യൂസ് ഒന്നും ഇല്ലാന്ന് പറയാണ് ചിനാറ്റ്സു. ഉറപ്പ് തന്നെയാണോ? നിന്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് ചിനാറ്റ്സുന്റെ അമ്മ പറയുവാണ്. അത് ചിലപ്പോ ഈ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോ അങ്ങനെ തോന്നുന്നതായിരിക്കും എന്ന് ചിനാറ്റ്സു പറയുവാണ്. ഒരു വലിയ ന്യൂസ് ഒന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് വളരെ അമേസിംഗ് ആയിട്ടുള്ള കാര്യമല്ലേന്ന് ചിനാറ്റ്സുന്റെ അമ്മ പറയുവാണ്. കോച്ചും കിക്കുച്ചിയാണ് എന്റെ അടുത്ത് ഈ റോള് ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞത്, അതുകൊണ്ട് എതിര് പറയാൻ എന്നെ കൊണ്ടായില്ല. പക്ഷെ ലാസ്റ്റ് ഫോൺ കോളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നാഷണൽസില് ഞാനാണ് ഗോള് മിസ് ചെയ്തതെന്ന്. എന്നിരുന്നാലും ഞാൻ പ്രാക്ടീസ് ചെയ്ത് എന്റെ ബെസ്റ്റ് തന്നെ അടുത്ത് കൊടുക്കും. പക്ഷെ എന്നാലും ഞാനത് മിസ് ചെയ്തില്ലേ. ശരിക്കും പറഞ്ഞാ ഞാൻ നല്ലൊരു പ്ലെയർ ആണെന്ന് തന്നെ ഇനിയും പ്രൂവ് ചെയ്യണം. ഇനി ടീമും ഇതും കൂടെ ഞാൻ എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാനിപ്പോ ഇതിന് റെഡിയല്ല എന്നാണ്. ഇതൊക്കെ കേട്ട് ചിനാറ്റ്സുന്റെ അമ്മ പറയാണ്, നോക്ക് ചിനാറ്റ്സു, ശ്രമിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇനിയും വൈകിട്ടില്ല. നീ ഷോട്ട് അടിച്ചിട്ട് ഗോളാകാണ്ട് പോയതൊക്കെ സാരമില്ല, പോട്ടെ. ഇനി ആ നടന്ന കാര്യം തന്നെ ആലോചിക്കാണ്ട് നീ ആ എക്സ്പീരിയൻസിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ആലോചിക്ക്. ഇനി നീ മുമ്പോട്ട് പോകുമ്പോ ഇതൊക്കെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിനക്ക് വിശ്വസിക്കുന്ന ഒരാളെ കൂടെ നീ കൂടെ കൂട്ട്. അങ്ങനെ ഒരാളെ ആശ്രയിക്കുന്നതൊക്കെ ഒരു വളരെ നല്ല ഫീലിംഗ്
മിസ്സിംഗ് ആണ്. എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ചിനാറ്റ്സുന്റെ അമ്മ പറയുവാണ്. ആ ശരി താങ്ക്സ് എന്ന് ചിനാറ്റ്സും പറയുവാണ്. എന്നിട്ട് അമ്മ പറഞ്ഞ കാര്യത്തില് ചിനാറ്റ്സ് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുവാണ് ഫോണില്. എന്നിട്ട് ടൈക്കിയുടെ നമ്പർ എടുത്തിട്ട് ടൈക്കി എന്ന അക്വേറിയത്തിൽ പറഞ്ഞ ഒരു സ്മൈലി ഇല്ലേ അത് അയക്കുവാണ് ടൈക്കിക്ക്. അത് അയക്കുമ്പോഴത്തേനും ടൈക്കി പുറകിലുണ്ടാവും. പെട്ടെന്ന് ചിനാറ്റ്സ് തിരിഞ്ഞു നോക്കുവാണ്. ഒരു മിനിറ്റ്, ഞാൻ സത്യമായിട്ട് നിന്റെ പുറകെ കൂടെ വരുന്നതല്ല, ഇതൊരു കോയിൻസിഡൻസ് ആണ്. പക്ഷെ ഈ സ്റ്റിക്കർ അവൾ എനിക്ക് ഒരിക്കലും അയക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നിങ്ങനെ ടൈക്കി മനസ്സിൽ കരുതുവാണ്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോണം, ഒരു ട്രെയിൻ റൈഡ് ആയാലോ എന്ന് ചോദിക്കുവാണ് ടൈക്കി. അങ്ങനെ അവർ രണ്ടുപേരും ട്രെയിനൊക്കെ പിടിച്ച് രണ്ടുപേരും ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് ദൂരം ഒന്നും പോവില്ല, ഞാൻ ഉറപ്പ് വരുന്നു. അങ്ങനെ വാടിയിരുന്ന ചിനാറ്റ്സിന്റെ ഫേസ് പെട്ടെന്ന് ഹാപ്പി ആവുകയാണ്. അങ്ങനെ അവര് പോകുന്നത് ബീച്ചിലോട്ടാണ്. അങ്ങനെ കടൽ കാണുമ്പോഴത്തേനും ചിനാറ്റ്സിന് ഒരുപാട് സന്തോഷാവുകയാണ്. ഇവിടെ സൺസെറ്റ് ആയി, നിന്നെ കൊണ്ട് നീന്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും ചിനാറ്റ്സ് ചെരുപ്പൊക്കെ ഊരി വെച്ച് കടലിലോട്ട് ഓടുവാണ്. അത് കാണുമ്പോൾ ടൈക്കിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. ഇത് ചിനാറ്റ്സുന്റെ ഉള്ളിലുള്ള ആ ചെറിയ കുട്ടിയാണ് എന്ന് മനസ്സിൽ കരുതുവാണ് ടൈക്കി. അങ്ങനെ ചിനാറ്റ്സുന്റെ ഹാപ്പി ഫേസ് കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. അവൾ എന്തായാലും ചീറപ്പ് ആവുന്നുണ്ട്. ടൈക്കി വാ, ടൈക്കി എന്റെ ഒപ്പം ഇങ്ങോട്ട് വാ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ടൈക്കി ആ ബാഗും ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ട് ചിനാറ്റ്സുന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ടൈക്കി നോക്കുമ്പോ ചിനാറ്റ്സുന്റെ വിഷ് ബ്രേസ്ലെറ്റ് പൊട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് ചോദിക്കുവാണ്. അതെ, അതെന്റെ അടുത്തുനിന്ന് പോയി, അത് പൊട്ടി അവസാനം. എനിക്ക് തോന്നുന്നത് നമ്മൾ അതിനകത്ത് ഒരുപാട് വിഷസ് ചേർത്തില്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും അത് വളരെ കഷ്ടമായി പോയി, ഇനി നമ്മൾ ഒരിക്കലും മാച്ച് ആവില്ല അല്ലേ എന്ന് ചിനാറ്റ്സ് പറയുവാണ്. പെട്ടെന്ന് ചിനാറ്റ്സു ടൈക്കിന്റെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ്. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? പിന്നെ നീ ഭൂമിയിലുള്ള കാര്യം മറന്നുപോയി കഴിഞ്ഞാ. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അവിടെ കളിക്കുവാണ്. അങ്ങനെ ഇവരെ നോക്കി രണ്ടുപേരും ഇരിപ്പുണ്ടാവും. ഈ കാലത്തും ഇങ്ങനെയുള്ള യങ് കപ്പിൾസ് ഇവിടെ ഉണ്ടോ? ഇന്ന് കാലാവസ്ഥ വളരെ മോശമാവുന്നാ തോന്നുന്നേ. ചിനാറ്റ്സു ഒരു മിനിറ്റ് നിക്ക്, ഇവിടെ ഉള്ള മണ്ണ് കുറച്ച് പൂന്തൽ മണ്ണാണ്, നീ സത്യമാണോ പറയുന്നേന്ന് പറഞ്ഞ് ചിനാറ്റ്സു അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും അവളുടെ കാല് ആ മണ്ണിൽ പൂന്തി പോവുകയാണ്. പെട്ടെന്ന് ടൈക്കി അവളുടെ കയ്യിൽ പിടിക്കുവാണ്. പെട്ടെന്ന് ടൈക്കിയും ചിനാറ്റ്സും തമ്മിൽ നോക്കുവാണ്. ടൈക്കി പതുക്കെ ആ കൈ വിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ചിനാറ്റ്സു അവന്റെ ഷോൾഡറിൽ പിടിക്കുവാണ്. നമ്മൾ ഇവിടെ വീഴാൻ പാടില്ലല്ലോ, ശരിയല്ലേന്ന് ചോദിക്കുവാണ്. ആ ശരിന്ന് പറഞ്ഞ് ടൈക്കി മുമ്പോട്ട് കാല് വെക്കുമ്പോഴത്തേനും ഒരു ചിപ്പിയിൽ കാല് കുത്തി വേദനിക്കുവാണ് ടൈക്കിക്ക്. അങ്ങനെ ടൈക്കി ആ കടലിൽ വീഴുവാണ്. അവന്റെ കാല് നല്ലപോലെ വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ ടൈക്കി ആകെ നനഞ്ഞ് കുളിച്ച് അവന്റെ ജിമ്മിലെ പാന്റ് മാറി അവൻ അവിടെ നിൽക്കുവാണ്. ഈ ഡ്രസ് ഇട്ട് എന്നെ കാണാൻ ഭ്രാന്തനെ പോലെയുണ്ട്, ഞാൻ ശരിക്കും ഇങ്ങനെയാണോ ട്രെയിനിൽ വരേണ്ടേ? അതെ, നിന്റെ പാന്റ് എന്തായാലും ഉണങ്ങാൻ സമയം എടുക്കും, നമുക്ക് ഈ സൺസെറ്റ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാന്ന് ചിനാറ്റ്സ് പറയുവാണ്. എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതിന് ഒരുപാട് താങ്ക്സ് ടൈക്കി, ഇത് വളരെ നന്നായിട്ടുണ്ട്. ചിനാറ്റ്സു ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, നിനക്ക് തരാൻ എന്റെ അടുത്ത് ഒരു പ്രസന്റ് ഉണ്ട്, അതൊരു ചെറിയ സംഭവമാണ്. പക്ഷേ എന്ന് പറഞ്ഞ് ടൈക്കി ഒരു ചെറിയ കേക്ക് എടുത്ത് ചിനാറ്റ്സുന് കൊടുക്കുവാണ്. കേക്കോ? ഇത്രയും നേരം നീ ഇത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചിനാറ്റ്സ് ചോദിക്കുവാണ്. ആ, ഞാൻ അവരുടെ അടുത്ത് പാക്ക് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഐസ് പാക്സ് നിറയെ വെക്കണമെന്ന്, അതുമല്ലാണ്ട് ഞാൻ കാൻഡിൽസ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടൈക്കി കാൻഡിൽസ് ഒക്കെ എടുക്കുവാണ്. എന്നെ കൊണ്ട് 17 വയസ്സായി എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അല്ല, നിന്റെ ബർത്ത്ഡേ ജനുവരിയിലല്ലേ? അതെ, ജനുവരി 15-ാം തീയതി. അപ്പൊ നിനക്കിപ്പോ 15 വയസ്സാണല്ലേ? നമ്മള് തമ്മില് 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എന്ന് ചിനാറ്റ്സ് പറയുവാണ്. 2 വയസ്സ് വ്യത്യാസമൊന്നും വലിയ കാര്യമല്ല. അതെ, നീ പറഞ്ഞ ശരിയാണെന്ന് ചിനാറ്റ്സ് പറയുവാണ്. നമ്മൾ അഡൽട്സ് ആവുന്നത് വരെ നമ്മൾ ഇപ്പോഴും കുട്ടികളാണ്. എന്നാ ശരി, ഞാൻ പാടാൻ പോവാ എന്ന് പറഞ്ഞ് ടൈക്കി ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടുവാണ്. അങ്ങനെ ടൈക്കി ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ്. ചിനാറ്റ്സിന് ഒരുപാട് സന്തോഷാവുകയാണ്. പെട്ടെന്ന് കാറ്റടിക്കും, ആ മെഴുകുതിരി അണഞ്ഞു പോവുകയാണ്. എനിക്ക് വേണ്ടി അത് കാറ്റ് ചെയ്തു, ഇനി പിന്നെയും കത്തിക്കണമെന്ന് ടൈക്കി ചോദിക്കുവാണ്. അത് കുഴപ്പമൊന്നുമില്ല, വാ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞ് ചിനാറ്റ്സു അതിലുള്ള ഒരു കേക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ടൈക്കി ഒരു കാര്യമുണ്ട്, വിഷ് ബ്രേസ്ലെറ്റിനെ പറ്റി നമുക്ക് മാച്ചിങ് ആയിട്ട് ഒന്നും കൂടി വിഷ് ബ്രേസ്ലെറ്റ് കെട്ടണം. അങ്ങനെയൊക്കെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു, അവിടെ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നനഞ്ഞുകൊണ്ട് തന്നെ ഓടിപ്പോവാണ്. അങ്ങനെ അവര് ആകെ നനഞ്ഞ് കുളിച്ച് ആ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേനും ട്രെയിൻ ഒക്കെ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പേടിച്ച് നിൽക്കുവാണ്. ടൈക്കി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും അവിടെ ഒരു ഹോട്ടൽ ഉണ്ടാവും. അങ്ങനെ അവിടെ ഒരു റൂം എടുക്കുവാണ്. ടൈക്കി അവന്റെ അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ബീച്ച് താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ മൊത്തം വെള്ളം കയറി. അങ്ങനെ ആകെ ഒരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ. ആ റൂമിൽ ഞാനും ഫ്രണ്ട്സും കൂടെ നിൽക്കുവാണ്. ഇതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല, ചരിവ് പ്രദേശം ആയതുകൊണ്ട് ട്രെയിനിൽ ഞങ്ങൾക്ക് തിരിച്ചു പോവാനും പറ്റിയില്ല. ഇവിടെ ആകെ ഒരു റൂമേ ഉള്ളൂ. ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത് ഫ്രണ്ട്സിന്റെ ഒപ്പാന്ന് നുണ പറഞ്ഞു. അതുമല്ലാണ്ട് ഒരു റൂമില് ഒറ്റയ്ക്ക് ഞാനും ചിനാറ്റ്സും ഈ രാത്രി മുഴുവൻ ഇവിടെ നിൽക്കണം. ഞാൻ എന്തായാലും പൊട്ടത്തരങ്ങളൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്ന് ചിനാറ്റ്സുവിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് അവൾക്ക് ഇതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയി മാറരുത്. അങ്ങനെ ചിനാറ്റ്സു ഡ്രസ്സൊക്കെ മാറി അവിടേക്ക് വരുവാണ്. ഫോൺ വിളിച്ച്
തീർന്നോ? യുക്കിക്കോ എന്താ പറഞ്ഞെന്ന് ചിനാറ്റ്സു ചോദിക്കുവാണ്. അപ്പൊ ടൈക്കി കെയർഫുൾ ആയിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ടൈക്കി ചിനാറ്റ്സുനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചിനാറ്റ്സു പെട്ടെന്ന് തിരിയുമ്പത്തേനും അയ്യോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിയുവാണ്. ഈ രാത്രി ഞാൻ എന്തായാലും ഉറങ്ങിയത് തന്നെ എന്ന് ടൈക്കി മനസ്സിൽ വിചാരിക്കുവാണ്. ടൈക്കി ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നിറയെ ഗെയിംസ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് ലോബിന്ന് കിട്ടിയതാണ്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് കളിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടെ ഗെയിം കളിക്കാൻ ഇരിക്കുവാണ്. ഏത് ഗെയിമാ ഇപ്പൊ കളിക്കാന്ന് ചിനാറ്റ്സു ചോദിക്കുവാണ്. നീ ഏത് തെരഞ്ഞെടുത്താലും കുഴപ്പമില്ല, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? അത് ശരിയാണ്, ഇന്ന് എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ചിനാറ്റ്സു കാർഡ്സ് എടുത്ത് സ്പീഡിൽ സ്പ്ലിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ചിനാറ്റ്സുന്റെ ഫ്രണ്ട് നാഗിസ ചിനാറ്റ്സുവിന് ഫോൺ ചെയ്യുവാണ്. ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കട്ടെ എന്ന് ടൈക്കിന്റെ അടുത്ത് ചോദിക്കുവാണ്. അതിനെന്താ, ഞാൻ ഇവിടുന്ന് മാറണോ? വേണ്ട എന്ന് പറഞ്ഞ് ചിനാറ്റ്സു ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അത് വീഡിയോ കോൾ ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നേ. എന്തെന്ന് പറഞ്ഞ് ടൈക്കി ഒന്ന് ഞെട്ടുവാണ്. അങ്ങനെ നാഗിസ വീണ്ടും ചിനാറ്റ്സുന് ബർത്ത്ഡേ വിഷസ് പറയുവാണ്. എന്നിട്ട് ചിനാറ്റ്സു നോക്കുമ്പോ ടൈക്കി ഡെസ്കിന്റെ അടിയിൽ ഇരിക്കുവാണ്. അല്ല, ഞാനിങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. നീ എന്തിനാ വിളിച്ചേ? എന്നെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഇന്നും ശരി, കുറച്ച് നാളായിട്ട് ശരി, നീ കുറച്ച് ഡൗൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നേ. നീ പ്രഷറിലായിരിക്കുന്ന എനിക്ക് അറിയാം. പക്ഷെ സാരമില്ല, നീ ഇതിന്ന് പുറത്തോട്ട് വാ, ഞാനുണ്ട് കൂടെ. നിന്നെ കൊണ്ട് അതാവുന്ന എനിക്കറിയാം. നമ്മുടെ ടീമിന് വേണ്ടി ഇതൊക്കെ പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞാ നീ ഓൾറെഡി റിലാക്സ് ആയതുപോലെയുണ്ട്. നിന്റെ നെഗറ്റീവ് വൈബ്സ് ഒക്കെ പോയതുപോലെയുണ്ട് എന്ന് നാഗിസ പറയുവാണ്. അതങ്ങനെ തന്നെയാണ്. എല്ലാ മൂഡ്സും നമുക്കൊരു നല്ല മൂഡ് വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ആവുമല്ലോ. പെട്ടെന്ന് നാഗിസ നിക്ക്, നീ യുക്കാട്ടയല്ലേ ഇട്ടിരിക്കുന്നേ? അതെ, ഞാൻ എന്റെ എക്സ്റ്റൻഡഡ് ഫാമിലിന്റെ ഒപ്പാണ് ഇരിക്കുന്നേ. അതുകൊണ്ടാണല്ലേ നീ ഇത്ര ഹാപ്പി മൂഡിൽ ഇരിക്കുന്നേ? അതുമല്ല, ഫയർ വർക്സ് ഫെസ്റ്റിവലിന് നിന്നെ കൊണ്ട് യുക്കാട്ട ഇടാൻ പറ്റിയില്ലാന്ന് നിനക്ക് വിഷമം ഉണ്ടായിരുന്നില്ലേ? നീ അത് ഓർക്കുണ്ടോ എന്ന് നാഗിസ പറയുവാണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചിനാറ്റ്സു പറയുവാണ്. നീ നോണ പറയാണ്, ഞാൻ കണ്ടായിരുന്നു യുക്കാട്ട ഇട്ട് വരുന്നവരെയൊക്കെ നീ നോക്കുന്നേ എന്ന് നാഗിസ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇവര് സംസാരിക്കുന്നതൊക്കെ ടൈക്കി ഇങ്ങനെ സൂക്ഷിച്ച് കേട്ടോണ്ടിരിക്കുവാണ്. എനിക്ക് ചിനാറ്റ്സുവിനെ യുക്കാട്ട ഇട്ട് കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. എന്നാ ശരി, ഞാൻ വെക്കുമെന്ന് നാഗിസ കട്ട് ചെയ്യുമ്പത്തേനും ടൈക്കി എഴുന്നേക്കുമ്പത്തേനും മേശ തട്ടി ഗ്ലാസ് താഴെ വീഴുവാണ്. പെട്ടെന്ന് ടൈക്കി സൗണ്ട് ഇട്ട് അത് ക്യാച്ച് പിടിക്കും. അപ്പത്തേനും ചിനാറ്റ്സു പെട്ടെന്ന് കട്ട് ചെയ്യുവാണ് ഫോണ്. നീ നന്നായി ക്യാച്ച് പിടിച്ചു, പക്ഷേ നിന്റെ ഫ്രണ്ട് എന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവോ എന്ന് ടൈക്കി ചോദിക്കുവാണ്. നീ പേടിക്കണ്ട, ഞാൻ നേരത്തെ തന്നെ ഫോണ് കട്ടാക്കി. എന്നാലും ആരുടെ സൗണ്ട് ആയിരിക്കും അത്? ചിലപ്പോ ചിനാറ്റ്സുവിന്റെ അങ്കിളാവും. എന്തായാലും സമാധാനായി. നാഗിസ ശരിക്കും നിനക്കൊരു നല്ല ഫ്രണ്ടാണ്. ശരിക്കും അല്ലേ? അത് മാത്രല്ല, എന്റെ ലൈഫിലുള്ളവരൊക്കെ അങ്ങനെയാണ്. ഞാൻ വളരെ ലക്കിയാണ്. പെട്ടെന്ന് ടൈക്കി, എനിക്ക് നിന്നോട് സോറി ചോദിക്കണം. ഫയർ വർക്സിൽ നടന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ഇതിനെക്കുറിച്ച് വീട്ടിൽ വെച്ച് സംസാരിച്ചിരുന്നില്ലേ? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പാണ് ഫയർ വർക്സ് ഫെസ്റ്റിവൽ കാണാൻ പോകുന്നതെന്ന്. അന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോകാനാണ് ഇരുന്നത്. പക്ഷെ ആരും ഞങ്ങളുടെ ഒപ്പം വന്നില്ല. ക്യോൻ അന്ന് പനി പിടിച്ച കാരണം അവനെ കൊണ്ട് വരാനായില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ടല്ല പോയത്. ആ കാര്യം നോക്കുമ്പോ ഞാൻ നിന്നോട് നുണ പറഞ്ഞതുപോലെയായി. സോ എന്നോട് ക്ഷമിക്കൂ. ഇതൊക്കെ കേട്ട് ചിനാറ്റ്സുവിന് ഒരുമാതിരി ആവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നീ അതൊരു വലിയ കാര്യമാക്കണ്ട എന്ന് ചിനാറ്റ്സു പറയാണ്. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് അതിനാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സോറി ചോദിച്ചത്. ചിനാറ്റ്സു ചിരിച്ചിട്ട്, ശരി, എനിക്കും നിന്നോട് സോറി ചോദിക്കണം. ഞാനന്ന് നിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറക്കണം. ഞാൻ ചെയ്തത് ശരിയല്ല. നമ്മൾ തമ്മില് ഒരു അതിര് വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? നമ്മൾ തമ്മില് ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ഹാർഷ് ആയിട്ടാണ് നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറിയതെന്നാണ്. പെട്ടെന്ന് ടൈക്കി, അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് ടൈക്കി മനസ്സില് ഇവൾ എന്താണ് പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ സോറി നീ അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് എന്ന് ചിനാറ്റ്സു പറയുവാണ്. എന്നിട്ട് ടൈക്കി, അതൊന്നും കുഴപ്പമില്ല, നമ്മളന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിൻവലിക്കാം. എന്നാ വാ നമുക്ക് കളിക്കാന്ന് പറഞ്ഞ് ടൈക്കി വിളിക്കുവാണ്. അങ്ങനെ അവരവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ അടുത്ത ദിവസവും ചിനാറ്റ്സു പതുക്കെ ഉറങ്ങി എണീക്കുവാണ്. ചിനാറ്റ്സു ടൈക്കിനെ ബെഡിൽ നോക്കുമ്പോ ഉണ്ടാവില്ല. ടൈക്കി അവര് കളിച്ച സ്ഥലത്ത് തന്നെ ഒരു പുതപ്പൊക്കെ പുതച്ച് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അവൻ എന്താ ഈ ബെഡിൽ കിടന്ന് ഉറങ്ങാത്തേന്ന് വിചാരിച്ച് ചിനാറ്റ്സു ടൈക്കിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ചിനാറ്റ്സു ആ ചെയറിലിരുന്ന് ടൈക്കി ഉറങ്ങുന്നത് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ടൈക്കി ഉറങ്ങി ഉറങ്ങി വീണോണ്ടിരിക്കുവാണ്. അത് കണ്ട് ചിനാറ്റ്സു ഇങ്ങനെ ചിരിക്കുവാണ്. അങ്ങനെ ചിനാറ്റ്സുന് ഒരുപാട് ഹാപ്പി ആവുകയാണ്. ഗുഡ് മോർണിംഗ് 17 വയസ്സായ എനിക്ക് എന്ന് പറഞ്ഞ് ചിനാറ്റ്സു ആകാശം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ ഗൈസ്, ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാരും ഹൈപ്പും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.